ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് മുന്നേ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്കുള്ള യാത്രയാണ്. വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ സെക്കൻഡ് ഇന്റർനാഷണൽ ട്രിപ്പാണ് ഇത്. തായ്ലാൻഡിലേക്കുള്ള യാത്ര. 3 മണിക്ക് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും ഏട്ടനും ആമീനെയും കൂടാതെ ഏട്ടന്റെ ഫ്രണ്ടും ഫാമിലിയും കൂടി ഉണ്ട്. ഫ്ലൈറ്റിന്റെ സമയം 8:30 പക്ഷെ ഇപ്പൊ എന്തിനാ നമ്മൾ ഇത്ര നേരത്തെ ഇറങ്ങിയെന്നല്ലേ? ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ചിട്ട് മഴയും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും ട്രാഫിക് ബ്ലോക്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ടിട്ട് നമ്മൾ വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. പിന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമ്മളിതാ ഇവിടെ എയർപോർട്ട് എത്തുന്നവരെ ഒട്ടും മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇവിടെ എത്തി കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു. എത്തിക്കഴിഞ്ഞിട്ടാണല്ലോ മഴ പെയ്യണമെന്നുള്ള ആശ്വാസമുണ്ട്. ഇനിയിപ്പോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വണ്ടി ഇവിടെ പാർക്കിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ വെള്ളം വരുന്ന സ്ഥലമാണല്ലോ. അപ്പൊ അതിന്റേതായുള്ള കുറച്ച് ടെൻഷൻ ഉണ്ട്. എന്തായാലും കുറച്ച് നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞങ്ങൾ ഇവിടെ തന്നെ വണ്ടി ഇടാന്ന് വിചാരിച്ചു. കാരണം നമ്മളൊരു 5 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഇനി അങ്ങനെ പാർക്കിംഗ് ലഗേജ് എടുക്കലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ എയർപോർട്ടിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ നമ്മള് കുറെ നേരമല്ലോ പറയാൻ തുടങ്ങിയിട്ട്. പക്ഷെ യാത്രയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ മാത്രമല്ല ആയിട്ടുള്ളത്, ഞങ്ങളെ കൂടെ ഒരുപാട് പേരുണ്ട്. കാരണം ഇത് ഏട്ടന്റെ കമ്പനി എന്നുള്ളൊരു ട്രിപ്പ്. ഒരുപാട് നേരമൊന്നും കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ എല്ലാ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ ഏകദേശം ഫ്ലൈറ്റിന്റെ ടൈം ആയിട്ടുണ്ട്. ഇനിയിപ്പോ നേരെ നമ്മൾ പോവാണ്. ആദ്യമായിട്ടല്ല നമ്മൾ ഇങ്ങനെ ഒരു യാത്ര പോകണമെന്നുണ്ടെങ്കിലും ആമിനെ സംബന്ധിച്ച് ഇത് ആദ്യത്തേതുപോലെ തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ മുൻപ് നമ്മൾ പോണ സമയത്ത് ആമി വളരെ ചെറിയ കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങനത്തെ ഒരു കാഴ്ചകളും സത്യം പറഞ്ഞാൽ ഓർമ്മയൊന്നുമില്ല. അതൊക്കെ ശരിക്കും ആസ്വദിച്ച് കണ്ട് നടന്നു പോണതിന്റെ ചിരിയാണ് കേട്ടോ അവളെ മുഖത്തുള്ളത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിന്റെ ഉള്ളിലെത്തി. ഇനിയിപ്പോ ഈ ഫ്ലൈറ്റിലിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർ നമ്മളെ കൂടെയുള്ളവർ തന്നെയാണ്. ഇവിടെ 2 ആളുണ്ട്. ഇപ്രാവശ്യം എന്തായാലും ടിക്കറ്റ് കിട്ടിയ സമയത്ത് നമ്മൾ ആദ്യം നോക്കിയത് സീറ്റ് നമ്പർ ആണ്. ഭാഗ്യം കൊണ്ട് നമ്മൾ 3 പേരും ഒരേ റോൾ തന്നെ ആയിരുന്നു കേട്ടോ. ആളിത് ആദ്യം തന്നെ പോയിട്ട് വിൻഡോ സീറ്റിലൊക്കെ സ്ഥലം വിളിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞാലാണ് ഇതിന്റെ കളി കാണാൻ. പിന്നെ പതിവ് ചടങ്ങുകളും തെറ്റിക്കണ്ടല്ലോ, കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ. ഇനി ഇവിടെ അങ്ങോട്ട് ഉറക്കാൻ കേട്ടോ, കാരണം വേറെ അതിന്റെ ഒരു ഫുഡൊക്കെ കഴിച്ചു ഒന്ന് ഇറങ്ങി നീറ്റപ്പോഴേക്കും ഇതാ മലേഷ്യയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രാവശ്യം കിട്ടിയത് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് മലേഷ്യ വരെയുള്ളൂ. ഇനി ഇവിടുന്ന് നമ്മൾ തായ്ലാൻഡിലേക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി എന്തായാലും കുറച്ച് കഴിഞ്ഞാലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മളെ ലഗേജുകളൊക്കെ താഴെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോണത് കണ്ടത്. പക്ഷെ ഇപ്പോഴത്തെ വീഡിയോയിൽ വളരെ കെയർഫുൾ ആയിട്ടാണ് അവർ ചെയ്യുന്നത് കേട്ടോ. ശരിക്കും നമ്മൾ നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അത് എടുത്ത് എറിയായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞ സങ്കടം. കാരണം ഉറപ്പാണ് പൊട്ടുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് തവിട് പൊടിയായിട്ടുണ്ടാവും. 1 മണിക്കൂർ നമുക്ക് ഇവിടെ കറങ്ങാനുള്ള സമയമുണ്ട് കേട്ടോ. എയർപോർട്ടിന്റെ ഉള്ളിൽ എന്തായാലും കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്കും കൂടി. ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് ഏരിയകൾ ഉണ്ട് കേട്ടോ. നന്നായിട്ട് ഉറക്കക്ഷീണുള്ളത് കാരണം കൊണ്ട് ഞാൻ അധികം ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. കാരണം നമ്മളവിടെ നിന്ന് വരുമ്പോഴേ 8:30 ഇനിയിപ്പോ ഇവിടെ ഏകദേശം നല്ലോണം സമയമായിട്ട് ഇവിടെ എല്ലാവരും കാര്യമായിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമുക്ക് അത്യാവശ്യം സമയമുണ്ട്. കിട്ടിയ സമയം കൊണ്ട് നമ്മൾ ഈ എയർപോർട്ട് ഫുൾ അരിച്ചു പെറുക്കിയിട്ടുണ്ട്. കാണാനുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ അടുത്ത ഫ്ലൈറ്റിനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. നാട്ടിലത്തെ ഫ്ലൈറ്റിന്റെ സമയം ഞാൻ തെറ്റിയിട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8:30 ഞങ്ങൾ 12 മണിക്കാണ് കയറിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ ഇത്രയും വെളിച്ചായിട്ടുണ്ട്. എന്നാലും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒരു കുറവില്ല കേട്ടോ. എന്റെ മുഖം ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാ. ഇതുകൊണ്ടാണ് ഞാൻ ഫോട്ടോയും വീഡിയോ ഒന്നും എന്നെ തന്നെ എടുക്കാതിരുന്നത്. കാരണം നല്ലോണം ഉറക്കക്ഷീണുണ്ട്. ഇവിടെ നമ്മൾ ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലഗേജ് കൊണ്ടുപോകുന്നതും ആൾക്കാരും അതേപോലെ തന്നെ നമ്മളെ ഫ്ലൈറ്റ് വരുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് കാണാനുണ്ടായിരുന്നു. അങ്ങനെയും കുറച്ച് നേരം ഇരുന്നു. ഇനിയിപ്പോ നമ്മൾ അടുത്ത ഫ്ലൈറ്റിന്റെ സമയമായിട്ട് ഇനിയിപ്പോ നേരെ പോകുന്നത് തായ്ലാൻഡിലേക്കാണ്. നമുക്ക് ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാനുണ്ട്. ഞങ്ങളത് കാണുന്നതിന്റെ ഒപ്പം തന്നെ ഞാൻ അതൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളെയും കാണിച്ചു. നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ ഒരേ റോയില് 3 പേരും ഒരുമിച്ചായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഏട്ടന്റെ സീറ്റ് പിന്നിലെങ്ങാണ്ടാണ്. ഞാനും മാമിയും ഒപ്പം ഉണ്ടെന്നായാലും നേരത്തെ കരച്ചിലിന്റെ ശക്തി കാരണം കൊണ്ട് ഇപ്രാവശ്യം ഞാൻ ആൾക്ക് വിൻഡോ സീറ്റും കൊടുക്കണില്ല. ഒരുവിധം പറഞ്ഞതാ ഇപ്പുറത്തെ സീറ്റിൽ ഇരുത്തിയിട്ടുണ്ട്. ഇനി ഒരു 3 മണിക്കൂറും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തും, തായ്ലാൻഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവാണ്. അടുത്ത വീഡിയോ വരയ്ക്കും. ബൈ.